ഇന്നത്തെ ചിന്താവിഷയം ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാം വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യകാല ശുശ്രൂഷയിൽ യേശു കർത്താവ് ധാരാളം ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ഉപമയാണ് 18-ാം അധ്യായം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു ഉപമയാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. എപ്പോഴൊക്കെ പ്രാർത്ഥിക്കണം, എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം, എങ്ങനെയാണ്, എപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. ഈശ്വരവിശ്വാസമുള്ള എല്ലാവരും പ്രാർത്ഥിക്കും. അവർക്കറിയാവുന്ന നിലയിൽ അവർ വിശ്വസിക്കുന്ന അവരുടെ ദൈവത്തോട് അവർ പ്രാർത്ഥിക്കും. ചിലപ്പോൾ രാവിലെ പ്രാർത്ഥിക്കും, ചിലപ്പോൾ വൈകിട്ട് പ്രാർത്ഥിക്കും, ചിലപ്പോൾ അവസരം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം, യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ആ വ്യക്തി എപ്പോഴൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥനയ്ക്ക് പ്രത്യേക സമയമുണ്ടോ? ഒരിക്കലും പ്രാർത്ഥനയ്ക്ക് പ്രത്യേക സമയമില്ല. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ സങ്കടങ്ങൾ യാചിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഒരു ദൈവപൈതലിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് കാര്യം സാധിക്കാൻ വേണ്ടിയുള്ള ജ്വൽപ്പനമല്ല. ഒരു ദൈവ പൈതലിൻ്റെ പ്രാർത്ഥന, ഒരു വ്യക്തി ഈശ്വരൻ്റെ അടുക്കൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? എൻ്റെ ദൈവമേ, ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണേ, എൻ്റെ ഭർത്താവിൻ്റെ രോഗം മാറ്റണേ, ഞങ്ങളുടെ വീട്ടിലെ ദാരിദ്ര്യം മാറ്റണേ, കടം മാറ്റണേ. ഇതൊക്കെയല്ലേ നമ്മൾ പ്രാർത്ഥനയിൽ ഉദ്ദേശിക്കുന്നത്. അതാണ് ഒരു ജാതിക മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി അവൻ വിശ്വസിക്കുന്ന അവൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ. എന്നാൽ ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവപൈതലിൻ്റെ പ്രാർത്ഥന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ജ്വൽപ്പനമല്ല. പകരം അവൻ്റെ ദൈവത്തോട് സംസാരിക്കുന്ന സമയമാണ് പ്രാർത്ഥന. ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്നതിനെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവം നമ്മളോട് സംസാരിക്കുന്നതിനെയാണ് വചനധ്യാനം എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ പറയുന്ന ഓരോ ദിവസവും ദൈവവചനം എന്ത് ചെയ്യണം? വായിക്കണം. ദൈവവചനം വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവം നമ്മളോട് ആ വാക്യത്തിൽ കൂടെ എന്ത് ചെയ്യും? ആ വചനത്തിൽ കൂടെ നമ്മളോട് എന്ത് ചെയ്യും? സംസാരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാം, ബൈബിള് വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറയാം, നിങ്ങളോട് ദൈവം സംസാരിക്കുന്നില്ല. ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് ദൈവവചനത്തിൽ കൂടെ ആകട്ടെ. പക്ഷെ നമ്മളിൽ പല ആളുകളും ദൈവം എന്നോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എപ്പോഴാണ്? പ്രവാചകന്മാർ വരുമ്പോൾ, പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ, ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പോഴൊക്കെ പറയും, കർത്താവ് എന്നോട് എന്ത് ചെയ്യണം? സംസാരിക്കണം, പ്രവാചകന്മാരോട് എന്നോടൊന്ന് സംസാരിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ അതിനേക്കാളും വലിയ തുറന്ന സത്യം, ദൈവവചനം വായിക്കുമ്പോൾ ദൈവവചനത്തിൽ കൂടെ നമ്മോട് ഇടപെടും. ഞാൻ പല പ്രാവശ്യവും വേദപുസ്തക ധ്യാനം നടത്തുമ്പോൾ ദൈവശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ വായിക്കുന്ന ഭാഗങ്ങൾ ഞാൻ ഗ്രഹിക്കുമ്പോൾ, അയ്യോ, ഇത് എന്നോടാണല്ലോ സംസാരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ബൈബിൾ വായന വെറുതെ അല്ല. ദൈവം നമ്മോട് സംസാരിക്കാൻ ദൈവം ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ് ബൈബിൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നത്. അപ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്ന നമ്മൾ ചിന്തിച്ചു. ഇനി നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നത് എങ്ങനെയാണ്? പ്രാർത്ഥനയാണ്. നമ്മൾ ദൈവത്തോട് പറയുന്നത് പ്രാർത്ഥനയാണ്, സംസാരിക്കുക. ഒരു കൂട്ടുകാരൻ തൻ്റെ മറ്റൊരു കൂട്ടുകാരനോട് സംസാരിക്കുന്ന പോലെ, ഭാര്യ തൻ്റെ ഭർത്താവിനോട് സംസാരിക്കുന്നത് പോലെ, ചേട്ടൻ തൻ്റെ അനുജനോട് സംസാരിക്കുന്നത് പോലെ,
സഹോദരൻ തൻ്റെ സഹോദരിയോട് സംസാരിക്കുന്നത് പോലെ ദൈവത്തോട് നമുക്ക് സംസാരിക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ട മാനദണ്ഡമാണ് പ്രാർത്ഥന എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നമ്മൾ ദൈവസന്നിധിയിൽ കരയണം. ദൈവത്തോട് നമ്മൾ ഇടപെടണം. ദൈവത്തോട് പറയണം, അങ്ങയുടെ ശബ്ദം എനിക്കൊന്ന് കേൾക്കണം. ഇന്ന് രാവിലെ എത്ര പേര് വിശ്വസിക്കുന്നു? എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കൊതിക്കുന്നവരല്ലേ നമ്മൾ? അന്നതുപോലെ ദൈവത്തിനും ആഗ്രഹമുണ്ട് നമ്മുടെ ശബ്ദം കേൾക്കാൻ. ഹല്ലേലൂയ. പലപ്പോഴും ദൈവം നമ്മോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ഇന്ന് രാവിലെ നിങ്ങളൊന്ന് തിരിച്ചറിയൂ, അതേപോലെ ദൈവത്തിനും ആഗ്രഹമുണ്ട് നമ്മുടെ ശബ്ദമൊന്ന് കേൾക്കാൻ. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കണം. എപ്പോഴൊക്കെ പ്രാർത്ഥിക്കണം? ഈ വാക്യത്തിൽ ലൂക്കോസ് 18:1 വായിക്കുന്നു, മടുത്തു പോകാതെ എപ്പോഴും എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട്, യേശുവിൻ്റെ ശിഷ്യന്മാരോട് ഒരു ഉപമ പറഞ്ഞു. യേശു പറഞ്ഞ ഉപമ. എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. എങ്ങനെ പ്രാർത്ഥിക്കണം? മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. അപ്പോൾ മനസ്സിലായോ? എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? എപ്പോഴും പ്രാർത്ഥിക്കണം. അതിന് വൈകിട്ട് 7 മണിയെന്നോ രാവിലെ 5 മണിയെന്നോ ഒരു സമയമില്ല. എപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും വാഹനം ഓടിക്കുമ്പോഴും ഒക്കെ മനസ്സുകൊണ്ട് ദൈവത്തോട് സംസാരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകണം. നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യണം. കുറേ നേരം നിങ്ങൾക്ക് സമയം കിട്ടും പ്രാർത്ഥിക്കാൻ. നിങ്ങളുടെ കൈകൾ ആ സ്റ്റിയറിംഗ് വളയങ്ങൾ വളയ്ക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ആ ഡ്രൈവിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവവുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സംസാരിക്കുന്ന ഒരു മനോഭാവം നിങ്ങൾ കണ്ടെത്തണം. നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ, കിച്ചണിൽ പണിയെടുക്കുമ്പോൾ, ഓഫീസിൽ പണിയെടുക്കുമ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകൾ, ടെൻഷനുകൾ ഒക്കെ കൊണ്ടുവന്ന് നമ്മൾ ഡിപ്രഷൻ വർദ്ധിപ്പിക്കാതെ ദൈവത്തോട് സംസാരിക്കണം. എപ്പോഴും ദൈവത്തോട് മിണ്ടിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ സംസാരിക്കുന്ന ഒരു ദൈവപൈതൽ ഒരിക്കലും ക്ഷീണിച്ച് പോകില്ല. അങ്ങനെ സംസാരിക്കുന്ന ഒരു ദൈവപൈതൽ വളർച്ച പ്രാപിക്കും. അവൻ്റെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും. അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും അനുഗ്രഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ചില വർഷങ്ങൾക്ക് മുമ്പ് കർണാടകയിലുള്ള ഒരു ദൈവദാസനുമായി, കർണാടകക്കാരനാണ്, കർണാടകയിൽ ജനിച്ചു വളർന്ന ഒരു ദൈവദാസനുമായി മദ്രാസിലേക്ക് പോകുവാൻ ദൈവം ഒരു അവസരം തന്നു. ഞാനും അദ്ദേഹവും കൂടെ ഒരുമിച്ച് ഒരു റൂം എടുത്തു. ഞങ്ങൾ പോകുന്ന ആവശ്യങ്ങൾ നിറവേറ്റുവാൻ അടുത്ത ദിവസം ഞങ്ങൾ ചെല്ലേണ്ടതുണ്ട്. പക്ഷെ ഞങ്ങൾ തലേ ദിവസം റെസ്റ്റ് എടുക്കാൻ റൂം എടുത്തു. 2 ബെഡിലായി ഞങ്ങൾ 2 പേരും കിടക്കുകയാണ്. ഞാൻ രാത്രിയിൽ നല്ല ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഞാൻ കണ്ടത് ആ ദൈവദാസൻ ഉറങ്ങാതെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രഭാതകൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് കോഫി കുടിക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ആ വ്യക്തി എന്നോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ദൈവത്തോട് സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുകയാണ്. ഞങ്ങൾ ചെല്ലേണ്ട സ്ഥലത്ത് ഞങ്ങൾ എത്തിയപ്പോൾ ആ ഓഫീസിൽ ചെല്ലുമ്പോഴും ആ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഇരിക്കുമ്പോഴും അദ്ദേഹത്തെ ഞാൻ വാച്ച് ചെയ്യുമ്പോൾ അദ്ദേഹം ദൈവത്തോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു മനുഷ്യനെ കാണുന്നേ. പ്രാർത്ഥിക്കുന്ന ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും കിടക്കയിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഒക്കെ ദൈവസന്നിധിയിൽ യേശു അപ്പാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ ആ വ്യക്തിയെയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ ലൈഫിൽ ഒരിക്കലും ആ വ്യക്തി എനിക്ക് മറക്കാൻ പറ്റില്ല. പ്രാർത്ഥനയുടെ കാര്യം വരുമ്പോൾ, വിശ്വാസ മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ പെട്ടെന്ന് ആ മനുഷ്യൻ്റെ മുഖം എൻ്റെ, അല്ലെങ്കിൽ ആ ദൈവദാസൻ്റെ മുഖം എൻ്റെ ഉള്ളിൽ പതിയുവാനിടയാകും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ ഇവിടെ വായിച്ചു, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. നമ്മൾ മടുക്കുന്ന ഒരു വിഷയമാണ് പ്രാർത്ഥന. 10 പേരുടെ കുറ്റം പറയാൻ നമ്മൾ മടുക്കത്തില്ല. ന്യൂസ് പേപ്പർ വായിക്കാൻ നമ്മൾ മടുക്കത്തില്ല. TV കാണാൻ നമ്മൾ മടുക്കത്തില്ല. ഡ്രൈവ് ചെയ്യാൻ നമ്മൾ മടുക്കത്തില്ല. കിച്ചണിൽ പണിയെടുക്കാനും മറ്റു പല കാര്യങ്ങൾക്കും നമുക്ക് മടുപ്പ് തോന്നാറില്ല.
പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ മടുപ്പ് തോന്നുന്നത് എന്താണ്? പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പെട്ടെന്ന് പ്രാർത്ഥന നിർത്തി നമ്മൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത് മടുപ്പ് തോന്നുന്നത് കൊണ്ടാണ്. എന്നാൽ യേശു കർത്താവ് പറയുകയാണ്, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് യേശു പറയുകയാണ്. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, ശ്രദ്ധിക്കൂ. എപ്പോഴും പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. അപ്പോൾ യേശുവിൻ്റെ ഇഷ്ടം, ക്രിസ്തുവേശുവിൽ ദൈവത്തിന് നമ്മളോടുള്ള ഇഷ്ടം, നാം എപ്പോഴും എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇടവിടാതെ പ്രാർത്ഥിക്കണം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തുവാ? എല്ലാ കാര്യങ്ങളും ക്ലിയറായി കഴിയുമ്പോഴല്ല സ്തോത്രം ചെയ്യേണ്ടേ. കടമെല്ലാം മാറിയിട്ട്, വീട് പണിയെല്ലാം കഴിഞ്ഞിട്ട്, മക്കളെയെല്ലാം കെട്ടിച്ചു വിട്ടതിന് ശേഷം സ്തോത്രം ചെയ്യുക അതല്ല. വീടില്ലാതിരിക്കുമ്പോഴും സ്തോത്രം ചെയ്യണം. മക്കളുടെ വിവാഹം നടക്കാതിരിക്കുമ്പോഴും സ്തോത്രം ചെയ്യണം. കടം കയറി തലയ്ക്ക് മേൽ നിൽക്കുമ്പോഴും എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. അപ്പം താഴ്ചയിലും ഉയർച്ചയിലും നമ്മൾ എന്ത് ചെയ്യണം? ഇടവിടാതെ എപ്പോഴും സ്തോത്രം ചെയ്യണം. ഇടവിടാതെ പ്രാർത്ഥിക്കുക, എപ്പോഴും സ്തോത്രം ചെയ്യുക. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. കണ്ണുനീര് വന്നാലും സ്തോത്രം ചെയ്യണം, ചിരി വന്നാലും സ്തോത്രം ചെയ്യണം, ഉയർച്ച വന്നാലും സ്തോത്രം ചെയ്യണം, താഴ്ചയിലേക്ക് ഇറങ്ങി പോകേണ്ടി വന്നാലും എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. 1 തെസ്സലോനിക്ക ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് 5-ാം അധ്യായം അവിടെ 17-ാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ്, ഇടവിടാതെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് പറയുക, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം, ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം. നമ്മളെക്കുറിച്ച് ദൈവത്തിന് ഇഷ്ടം അതാണ്. നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാകണം എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളെക്കുറിച്ച് ഇഷ്ടം പറയുകയാണ്. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി മാറണം. പ്രിയപ്പെട്ടവരെ, എവിടെയെങ്കിലും നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നമ്മുടെ പ്രാർത്ഥനാ ജീവിതം സ്റ്റോപ്പായിട്ടുണ്ടെങ്കിൽ, ആ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നമുക്ക് മടങ്ങി വരാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കണം. ദാനിയേലിൻ്റെ പ്രവചന പുസ്തകം പഠിക്കുമ്പോൾ ദാനിയേലിനെ കുറിച്ച് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ദാനിയേൽ എപ്പോഴൊക്കെ പ്രാർത്ഥിച്ചു എന്നുള്ളത്. വാക്യം ഇങ്ങനെയാണ്, എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിൻ്റെ നേരെ തുറന്നിരുന്നു. ശ്രദ്ധിക്കുക, താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്തു. കണ്ടോ, രേഖ വിപരീതമായിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചു എന്ന് അറിഞ്ഞപ്പോൾ, ഇവിടെ എഴുതിയിരിക്കുകയാണ് താൻ മുമ്പേ ചെയ്യുന്നത് പോലെ. അപ്പോൾ പ്രശ്നം വന്നപ്പോഴല്ല ദാനിയേല് പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കിയത്. രേഖ വിപരീതമായപ്പോഴല്ല ദാനിയേൽ പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കിയത്. അവിടെ എഴുതിയിരിക്കുന്നത് താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ. അപ്പൊ പ്രശ്നങ്ങളും രേഖ പ്രതികൂലമാകുന്നതിൻ്റെയും മുമ്പേ ദാനിയേൽ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? പ്രാർത്ഥിക്കുന്നവനായിരുന്നു. എപ്പോഴൊക്കെയാ ദാനിയേൽ പ്രാർത്ഥിച്ചേ? 3 പ്രാവശ്യം, ദിവസം 3 പ്രാവശ്യം, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ദാനിയേൽ എന്ത് ചെയ്യുമായിരുന്നു? പ്രാർത്ഥിക്കുമായിരുന്നു. ആലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന കാര്യമല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. താൻ തൻ്റെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചു. വീട്ടിൽ പ്രാർത്ഥന വേണം. ആലയത്തിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ചെല്ലുമ്പോൾ, ഞായറാഴ്ച ആരാധനയ്ക്ക് ചെല്ലുമ്പോൾ പ്രാർത്ഥനയല്ല. പലരും അവിടെ ചെല്ലുമ്പോഴാണ് പ്രാർത്ഥന ഉണ്ടാകുന്നത്. വീട്ടിൽ എന്ത് ചെയ്യത്തില്ല? പ്രാർത്ഥിക്കത്തില്ല. നമ്മുടെ വീട്ടിൽ പ്രാർത്ഥിക്കണം. നമ്മുടെ ബെഡ്റൂം പ്രാർത്ഥനാ മുറിയായി മാറണം. നമ്മൾ വീട് പണിയുമ്പോൾ ഒരു പ്രാർത്ഥനാ മുറിയും കൂടെ പണിയണം. നമ്മുടെ വീട് പ്രാർത്ഥന മുറിയായി മാറണം. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീട് പ്രവേശന ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെല്ലുമ്പോൾ ആ വീട്ടിലെ ഗൃഹനാഥൻ ആ വീട് മുഴുവൻ എന്നെ കൊണ്ട് കാണിച്ചു. പാസ്റ്റർ, ഇതാണ് ബെഡ്റൂം, ഇതാണ് ലിവിങ് റൂം, ഇതാണ് ഞങ്ങളുടെ സ്റ്റോർ റൂം, ഇതാണ് ഞങ്ങളുടെ കിച്ചൺ എന്നൊക്കെ പറഞ്ഞ് ഓരോ റൂമും തുറന്ന് എന്നെ കാണിച്ചു. ഞാൻ ആ ദേവദാസിൻ്റെ പുറകെ നടന്ന് ഈ വീടിനകത്തെ റൂമുകളെല്ലാം കണ്ടു.
അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയെന്ന്. പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം ഒരു റൂം പണിത ഒരു ദൈവദാസൻ. അപ്പം നമ്മുടെ വീടിനകത്ത് നമുക്ക് പ്രാർത്ഥന വേണം. പള്ളിയിലെ പ്രാർത്ഥനയല്ല, മുഖ്യാസനത്തിലെ വഴിയോരങ്ങളിലുള്ള പ്രാർത്ഥനയല്ല, വീടിനകത്ത് പ്രാർത്ഥിക്കണം. ദാനിയേൽ വീടിനകത്ത് പ്രാർത്ഥിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അവൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. നോക്ക്, അവൻ താൻ മുമ്പേ ചെയ്തത് വന്നു പോയതുപോലെ 3 നേരം, ദിവസം 3 നേരം ദാനിയേൽ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കണം? രാവിലെ പ്രാർത്ഥിക്കണം, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കണം, വൈകിട്ട് പ്രാർത്ഥിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം. എല്ലാറ്റിനും സ്തോത്രം ചെയ്ത് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 5-ാം അധ്യായം 3-ാം വാക്യം, ആ വാക്യം കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ദാവീദ് പറയുകയാണ്, രാവിലെ എൻ്റെ പ്രാർത്ഥന എന്ത് ചെയ്യണം? കേൾക്കണം. രാവിലെ പ്രാർത്ഥിക്കണം. രാവിലെ പ്രാർത്ഥിക്കണം. എത്ര പേര് ഈ മെസ്സേജ് കേൾക്കുന്നവരോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. നിങ്ങൾ എത്ര പേര് രാവിലെ പ്രാർത്ഥിക്കും? കിടക്കപ്പായി എഴുന്നേറ്റ് നിങ്ങൾ എങ്ങോട്ടാണ് ഓടുന്നത്? മുറ്റത്ത് പത്രക്കാരൻ വലിച്ചെറിഞ്ഞിരിക്കുന്ന പത്രം വായിക്കാനാണോ നിങ്ങൾ പോകുന്നത്? കിച്ചണിലേക്ക് പോയി ജോലി ചെയ്യാനാണോ നിങ്ങൾ ഓടുന്നത്? തൊഴുത്തിലേക്ക് പോയി നിങ്ങളുടെ ജോലി ചെയ്യാനാണോ നിങ്ങൾ ഓടുന്നത്? നിങ്ങളുടെ പറമ്പിലേക്ക് പോയി നിങ്ങൾ പണിയെടുക്കാനാണോ നിങ്ങൾ രാവിലെ ഓടുന്നത്? അതോ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി രാവിലെ ദൈവസന്നിധി മുട്ടുമടക്കുകയാണോ ചെയ്യുന്നത്? ഇവിടെ ദാവീദ് പറയുകയാണ്, യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഒരു ഭയങ്കര ശക്തിയുണ്ട്. അതിരാവിലെ കരയുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ വീടിനകത്ത് അഭിവൃദ്ധി നിറഞ്ഞിരിക്കും. സമൃദ്ധിയുടെ വർഷങ്ങളായിരിക്കും. ഇന്ന് രാവിലെ ഞങ്ങളോട് പറയാം, 2024 ഇനി 2 ആഴ്ച കഴിയുമ്പോൾ നമ്മളെ വിട്ടു പോകുകയാണ്. പുതിയ വർഷത്തിൽ ഒരു തീരുമാനമെടുക്കാൻ നമ്മൾ തയ്യാറാകണം. ഞാൻ രാവിലെ പ്രാർത്ഥിക്കും. പ്രഭാതത്തിൽ എൻ്റെ വീട്ടിൽ പ്രാർത്ഥന ഉണ്ടാകും. ഉച്ചയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കും. വൈകിട്ട് ഞാൻ പ്രാർത്ഥിക്കും. എപ്പോഴും പ്രാർത്ഥിക്കും. ഇടവിടാതെ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥനാ ജീവിതം ഞാൻ ഉണ്ടാക്കിയെടുക്കും എന്നൊരു തീരുമാനം നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ പുതിയ വാതിലുകൾ ദൈവം തുറക്കും. നിങ്ങളുടെ മുമ്പിൽ പുതിയ നന്മകൾ ദൈവം തരും. നിങ്ങളുടെ ജോലിയിൽ വിശാലത ഉണ്ടാകും. നിങ്ങളുടെ സാലറി വർദ്ധിക്കും. നിങ്ങളുടെ ജോലി മെച്ചപ്പെടും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വഴി ദൈവം തുറക്കും. അടഞ്ഞതെല്ലാം ദൈവം നിങ്ങൾക്ക് അഭിവൃദ്ധിയോടുകൂടെ തിരിച്ചു തരും. ഇയ്യോബിനെ ദൈവം മാനിച്ചതുപോലെ നഷ്ടപ്പെട്ടതെല്ലാം ദൈവം നിങ്ങൾക്ക് തരും. ഒരു നാളും നിങ്ങൾ മുടിഞ്ഞു പോകാൻ ദൈവം ഒരിക്കലും എന്ത് ചെയ്യില്ല, അനുവദിക്കുകയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, എപ്പോഴൊക്കെ പ്രാർത്ഥിക്കണം എന്നതിനെക്കുറിച്ചാണ് നാം ഇന്ന് രാവിലെ ചിന്തിച്ചത്. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നിങ്ങൾ തീരുമാനമെടുക്കൂ. നിങ്ങളുടെ കണ്ണടയ്ക്കൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ വിഷയത്തിന് മറുപടിയുണ്ട്. ആരുടെയും നിങ്ങൾ പുറകെ പോകേണ്ട കാര്യമില്ല. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു നോക്ക്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വിഷയത്തിന് പരിഹാരമുണ്ടാക്കുവാൻ കഴിയും. ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നിങ്ങൾക്ക് തന്നെ വാർത്തെടുക്കുവാൻ കഴിയും. ഈ വണ്ണം നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, എങ്ങനെ പ്രാർത്ഥിക്കണം, എപ്പോഴൊക്കെ പ്രാർത്ഥിക്കണം, ഞങ്ങളെ ലളിതമായ നിലയിൽ ഈ രാവിലെ ഈ സന്ദേശം തന്നതിനായി സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിപ്പാൻ, ഞങ്ങൾ ദൈവസന്നിധിയിൽ അടുക്കേണ്ടതുപോലെ അടുക്കാൻ, ദൈവകൃപ അനുഭവിക്കേണ്ടതുപോലെ അനുഭവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കുറവുകൾ ക്ഷമിക്കണമേ. എവിടെയോ ഞങ്ങൾ പ്രാർത്ഥിക്കാതെ പോയത് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥനാ ജീവിതമുള്ളവരാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയം മറ്റൊരു ദൂതുമായി നമുക്ക് കാണാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഓരോ ദിവസവും ഗ്രേസ് ടിവിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 7559068791. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.